ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ, അതിനുവേണ്ടി കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഈ ചിക്കൻ എടുത്തിരുന്നു. എല്ലോട് കൂടിയ 1 കിലോ ചിക്കന് ഒരു വിസിൽ കുക്കറിലിട്ട് 1 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. കഴുകി വാലക്കി വെച്ചിരുന്ന ചിക്കൻ, ചിക്കന് വേണ്ടുന്ന എല്ലാ ചേരുവകളും കുറച്ച് ഇതിനകത്ത് ഇടും. അത് ഞാൻ ഒരു ഉള്ളി, ഒരു സവാള, ഒരു പകുതി ടൊമാറ്റോ, ഒരു പച്ചമുളക്, ഒരു തണ്ട് കരിയാപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അത് ഈ ചിക്കന് വേണ്ടുന്നത് മാത്രം മതി, കപ്പ വേറെയാണല്ലോ. ഒരു 4-5 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി. പൊടികൾ: മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല 1/2 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ്, ഒരു 1/2 സ്പൂൺ, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കപ്പയ്ക്ക് ഇടുന്നുണ്ടല്ലോ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചിക്കന് ആവശ്യമായ മസാലകൾ എല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട്, ഉപ്പ് പിന്നെ വേണമെങ്കിൽ ഇടാം, ഇപ്പം നമ്മൾ കുറച്ച് ഒരു 1/4 സ്പൂൺ ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് 1 വിസിൽ. അത് വെള്ളം ഒട്ടുമില്ല, അതുകൊണ്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഒഴിച്ച് ബാക്കി ചിക്കനിലെയും ടൊമാറ്റോയിലെയൊക്കെ വെള്ളം മതി. ഞാൻ 2 സ്പൂൺ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതൊരു വിസിലാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. ഒരു വിസിൽ ഇത് വാങ്ങി വെക്കാൻ പോവാണ്. ഇത് വാങ്ങി വെച്ചിട്ട് കപ്പ കഴുകി വാരി വെച്ചേക്കുന്ന കപ്പ അടുപ്പിൽ വെക്കുവാണ്. കപ്പ 2 കിലോ ആണ്. ഇത് കപ്പ, ഈ കപ്പ വേകുമ്പോഴത്തേക്കിനും കപ്പയ്ക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കട്ടെ. അരയ്ക്കാൻ വേണ്ടി ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂൺ ജീരകം, പിന്നെ ചിക്കന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് വേണ്ടുന്ന ഒരു 1/4 സ്പൂണ്, 2 ചെറിയ പച്ചമുളക് എരിവ് അനുസരിച്ച്, 2-3 അല്ലി ചിക്കൻ ഇട്ടിട്ടുണ്ടല്ലോ, അതനുസരിച്ച് കപ്പയ്ക്ക് ഇട്ടാൽ മതി. വേണ്ടുന്ന 2-3 അല്ലി വെളുത്തുള്ളി, അരമുറി തേങ്ങ. ഇതെല്ലാം ഇട്ടാണ് ചതച്ചെടുത്താൽ മതി. ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. അവിടെ ഇരിക്കട്ടെ. നോക്കാം എന്തോന്ന് നോക്കിയെങ്കിൽ ഊറ്റിയിട്ട് അരപ്പിടാം. ചിലത് വെന്തു, ചിലതൊക്കെ നല്ലതായിട്ട് വെന്തു. ചില കപ്പയൊക്കെ ഇച്ചിരി കൂടെ വേഗമുണ്ട്. ഇച്ചിരി കൂടെ കിടക്കട്ടെ, അല്ലെങ്കിൽ ഇത് നല്ലപോലെ വേകണം, വെന്തുടയണം. ഇച്ചിരി ചാറോട് കൂടി വേണം ഇതിരിക്കാൻ, ഇച്ചിരി ലൂസായിട്ട്. അങ്ങനെ വന്നപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞെങ്കിലേ ശരിയാകത്തുള്ളൂ. വേകട്ടെ, നോക്കട്ടെ. എല്ലാം വെന്ത് കപ്പ. ഇനി ഇത് ഊറ്റാൻ പോവാണ്. ഇനി ഇതിലോട്ട് അരപ്പ് ഒഴിച്ച് ചിക്കനും ഇടാൻ പോവാണ്. 1 വിസിൽ കേൾപ്പിച്ച് വെച്ച ചിക്കന് അത് ചാറോട് കൂടി തന്നെ ഇതിലോട്ട് ഒഴിക്കുക. ഒഴിച്ച് അരപ്പ് ഇട്ട് ഇച്ചിരി കരിയാപ്പില ഇതിനകത്തോട്ടൊന്ന് ഞെരടിയിടുന്നു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് ചിക്കന് മാത്രമേ ഇട്ടുള്ളൂ, കപ്പയ്ക്ക് ഉപ്പിട്ടില്ല. പോരാത്ത കപ്പയ്ക്ക് വേണ്ടുന്ന ഉപ്പിടുകയാണ്. കപ്പയ്ക്കും അരപ്പിനും ഒക്കെ കൂടെയുള്ള ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി ചിക്കൻ നമ്മൾ 1 വിസിലേ കേൾപ്പിച്ചിട്ടുള്ളല്ലോ. ബാക്കി ഈ കപ്പയുടെ കൂടെ കിടന്ന്, അതിനുവേണ്ടിയാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചത്. ജാറ് കഴുകിയ വെള്ളം ഇച്ചിരി ഒഴിച്ചു. ചിക്കനകത്ത് വെള്ളമുണ്ട്, അതെല്ലാം പറ്റണം. അപ്പോൾ അങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഈ കപ്പയുമായിട്ട്
ചിക്കൻ യോജിക്കട്ടെ. ബാക്കിയുള്ള വേവ് അഡ്ജസ്റ്റായി കഴിഞ്ഞിട്ട് ഇളക്കി കടുക് വറുത്ത് വാങ്ങാം. ഇതൊന്ന് ചെറിയ തീയിൽ സ്റ്റൗ ചാലുവാക്കാൻ പോവാണ്. ഓണാക്കി ചെറിയ തീ കിടക്കട്ടെ. അന്നത്തേന് ഈ അരപ്പൊക്കെ ഈ കപ്പയെ കൊണ്ട് മൂടി കപ്പയുടെ നടുക്ക് കിടക്കട്ടെ. കപ്പയോട് എടുത്ത് ഇളക്കി കപ്പ ഇളക്കി യോജിപ്പിക്കട്ടെ. കപ്പയും ചിക്കനും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി ലൂസായിട്ടിരിക്കണം, ഒത്തിരി ടൈറ്റ് ആകല്ലേ. ഇത് പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇതായിക്കോളൂ. ഇനി ഇതിനകത്ത് കടുക് വറുത്തിട്ട് ഒന്നുകൂടെ ഇളക്കാം. കടുക് വറുത്തിടാൻ പോവാണ്. ഏതെണ്ണയായാലും മതി. ഒഴിച്ചിട്ട് ഇത് കഴുകി വാലയ്ക്ക് വെച്ചിരിക്കുന്ന ഒന്നീ കടുക്, അല്ലെങ്കിൽ ഉഴുന്ന്, അല്ലെങ്കിൽ അരി, എന്ത് വേണേലും ഇട്ട് കപ്പയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അതൊക്കെ മതി നമുക്ക് കടുക് വറക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ അരിയാണ് ഇടുന്നത്. ചൂടായ എണ്ണയിലോട്ട് അരിയിട്ട് കിടന്നോട്ടെ. ഇതെല്ലാം കപ്പ കടിക്കുമ്പം അതിനകത്ത് ഇത് കടിക്കാൻ നല്ല രസമാണ്. അരി മുരിഞ്ഞ് കഴിഞ്ഞിട്ട് തേങ്ങ, ഇച്ചിരി തേങ്ങാപ്പീര, വറ്റൽമുളക്, കരിയാപ്പില ഇതെല്ലാം ഇട്ടാണ് കടുക് വറക്കുന്നത്. മതി. ആവശ്യത്തിന് ബ്രൗൺ കളറായി എല്ലാം മൂത്തു. കപ്പ ഇട്ടിട്ട് ഇളക്കട്ടെ. കപ്പയും ചിക്കനും കൂടുള്ള കപ്പ ചിക്കൻ ബിരിയാണി നല്ല രുചിയാണ്. ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ നിർത്താം. ഇത് തുടുപ്പെടുത്ത് മാറ്റുക. ഇതിലെടുക്കാം. കപ്പ ചിക്കൻ ബിരിയാണി. കറികളൊന്നും വേണ്ട. ഇതാണ് ചിക്കൻ്റെ എല്ലോട് കൂടിയ ചിക്കനാണ് വേണ്ടിയത്. അതിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയതാണിത്. എല്ലാവരും അറിയാൻ വയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം. മറ്റുള്ള മീറ്റ് കൊണ്ടൊക്കെയാണല്ലോ എല്ലാവരും സാധാരണ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ ചിക്കനിട്ടും നല്ല ചിക്കനും മട്ടനും ഒക്കെ ഇട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. എല്ലോട് കൂടിയത് വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ എടുത്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്, രുചികരമാണ്. പിന്നെ ഞാൻ കാണിച്ചു തന്നല്ലോ. വേറെ വേവിക്കണം. കപ്പ വേറെ വേവിക്കണം, ചിക്കൻ വേറെ വേവിക്കണം. ചിക്കന് എല്ലാം കൂടെ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ അത്രയും ചിക്കന് വീണ മസാലകൾ ഞാൻ കാണിച്ചില്ല, കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ അത് കപ്പയുമായിട്ട് ചേർന്നോളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കുക. നല്ല രുചികരമാണ്. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റും ഷെയറും പിന്നെന്തുവാ ലൈക്കൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.